ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ലേസർ സെഷനാണ്. സോ എൻ്റെ ഫസ്റ്റ് സെഷൻ ഓൾറെഡി ലേസർ കഴിഞ്ഞു. അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിരുന്നു. പക്ഷേ ഇതെൻ്റെ സെക്കൻഡ് ലേസർ സെഷനാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ബാക്കി ട്രീറ്റ്മെൻറ്റും മീനിങ് പ്രൊസീജിയറും അതിൻ്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ എന്നെപ്പോലെ തന്നെ ഈ ഒത്തിരി നമ്മൾ സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാക്സ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു ഓൾസോ ഡു ഷേവിങ്. പക്ഷെ ഞാൻ ഷേവ് ചെയ്യാറില്ല, ഞാൻ എപ്പോൾ പോയാലും വാക്സിങ് ആണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാനഡയിൽ പോയപ്പോൾ ഭയങ്കര പാടായിരുന്നു. ബിക്കോസ് എപ്പോഴെങ്കിലും ഞാനൊരു സ്ലീവ്ലെസ് ഇടണേ, കാനഡയിൽ അത്രയും സ്ലീവ്ലെസ് ഇടാറില്ല ബിക്കോസ് വിൻ്റർ ആണ്, എപ്പോഴും നമ്മൾ ജാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും സമ്മറിലൊക്കെ നമ്മൾ ഇത് ഇടണമെങ്കിൽ നമ്മൾ വാക്സ് ചെയ്യണം. അപ്പം ഞാൻ പിന്നെ പോയി വാക്സ് ചെയ്തിട്ട് പാർലറിൽ പോകാൻ തന്നെ സമയമെടുക്കും. അടുത്തൊന്നും ചിലപ്പോൾ നല്ല പാർലേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. 4,000 രൂപയൊക്കെ ഒരു അണ്ടർആം വാക്സിങ്ങിന് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ ഇറ്റ് ഇസ് ഓക്കെ, ബിക്കോസ് നാട്ടിൽ അഫോർഡബിൾ ആണ്, ഇറ്റ്സ് അഫോർഡബിൾ. പക്ഷെ എങ്കിലും ഇപ്പോൾ കുട്ടിയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എനിക്ക് പോയി വാക്സ് ചെയ്യണം, അല്ലാണ്ട് എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല. ആൻഡ് ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഷേവിങ് ചെയ്യുന്നവരുണ്ട്, എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ഷേവിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ഫീൽ ദാറ്റ് മൈ സ്കിൻ ഗെറ്റ്സ് പിഗ്മെൻറ്റഡ്. ഷേവ് ചെയ്യുമ്പോൾ സ്കിൻ പിഗ്മെൻ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് വാക്സ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആൻഡ് ഇന്ന് വരെ ഞാൻ 1-2 തവണ ഷേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആം പിറ്റ്സ് അത്യാവശ്യം അത്ര പിഗ്മെൻറ്റഡ് അല്ല. അപ്പോൾ പക്ഷെ ദ ഡിഫിക്കൽട്ടി അഗെയിൻ, അത് നമ്മൾ വാക്സിങ് എപ്പോഴും ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കാരണം കൊണ്ടാണ് ഞാൻ ലേസർ ചെയ്തത്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ലേസറിനോട് കുറച്ച് റിലക്റ്റൻ്റ് ആയിരുന്നു, ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വുഡ് ബി ലൈക്ക്, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് സയൻസ് ഇത്രയും വളർന്നു ആൻഡ് ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ലേസർ ആൻഡ് ഓൾ. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിൽ ആ പേടിയുള്ളതുകൊണ്ട് ഫസ്റ്റ് ഐ തോട്ട് ഓഫ് ഡൂയിങ് മൈ മൈ ആംപിറ്റ്സ്. അത് ലേസർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി ബോഡി, എനിക്കത് സക്സസ്ഫുൾ ആണെങ്കിൽ ബാക്കി ബോഡിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ആൻഡ് ഓൾസോ ലേസർ ചെയ്യുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ലേസർ, they say that laser is usually അല്ലെങ്കിൽ strongly effective in people wherein they have സ്ട്രോങ് ഹെയർ, കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണ് കുറച്ചും കൂടെ ലേസർ എഫക്റ്റീവായിട്ട് തോന്നുക എന്നാണ് പറയുന്നത്. എൻ്റെ ഹെയർ അത്ര ഡെൻസ് അല്ല, മൈനസ് ഫൈൻ ഹെയർ. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഐ വിൽ ബി ഷെയറിങ് യു മൈ ഈ ഒരു ഫുൾ സൈക്കിൾ അല്ലെങ്കിൽ ഫുൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് സെഷനാണ്. ഫസ്റ്റ് സെഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡ് സെഷനാണ്. അപ്പോൾ സെക്കൻഡ് സെഷൻ ഓഫ് ലേസറാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ലേസർ എൻ്റെ ചെയ്യാൻ പോകുന്ന ക്ലിനിക്കിൻ്റെ താഴെ നിന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. സോ എനി വിച്ച് വേസ് നമുക്ക് മുകളിൽ പോയിട്ട് ഞാൻ ക്ലിനിക്കും കാര്യങ്ങളും പ്രൊസീജിയറും ഒക്കെ കുറച്ച് കാണിക്കാം. ഓക്കെ, സീ യു ദെൻ. സോ അങ്ങനെ നമ്മൾ ക്ലിനിക്ക് എത്തി. സോ ദിസ് ഈസ് ഡോക്ടേഴ്സ് എസ്തെറ്റിക്സ് സെൻറ്റർ പറഞ്ഞിട്ട്, ഡാക് എന്ന് പറഞ്ഞിട്ട് പലയിടത്തുള്ള ക്ലിനിക്കാണ്. സോ ഇവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, ഒരു 9-10 ഇയേഴ്സ് ബിഫോർ വിത്ത് മൈ ഡാഡ്. എനിക്കൊരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. സോ അത് റിമൂവ് ചെയ്യാനായിട്ട് ഡാഡി എന്നെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇവിടുത്തെ ഡോക്ടർ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈ ഡാഡ്. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം അറിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, കാരണം ഡാഡി വാസ് കുറച്ച് സ്കെപ്റ്റിക്കലായി അവസാനം പ്രൊസീജിയറും ലേസറെന്നൊക്കെ കണ്ടിട്ട്. അന്ന് ഇന്നത്തെ പോലെ അത്രയും പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു. സോ ഡാഡി കുറച്ച് പേടിയായി, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലോ, സൈഡ് എഫക്ട്സ് വന്നാലോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ നമ്മൾ അന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ റൂമിലാണ്. അധികം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. സോ യൂഷ്വലി ഇവിടെ കുറച്ച് ഡിലേ വരാറുണ്ട്. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. അങ്ങനെ ഞാൻ ലേസർ ചെയ്യാനായിട്ട് കിടന്നു. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ടു ഷേവ് യുവർ ഹെയർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷേവ് ചെയ്തു ഹെയർ. സോ അവർ പറയും
to do not wax your hair before laser. This is just because wax ചെയ്ത് കഴിഞ്ഞാൽ it entirely pulls out your hair including the root. പക്ഷേ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ എബവ് ഉള്ള ഹെയർ മാത്രമേ പോവുള്ളൂ, പക്ഷേ the root remains intact so that the laser can go in depth and also can target the hair follicle ആൻഡ് എഫക്റ്റീവ്ലി അത് കരിയിച്ച് കളയാൻ പറ്റും. ഇപ്രാവശ്യം ലേസർ ചെയ്തപ്പോൾ കുറച്ചും കൂടെ പെയിൻ ഉണ്ടായിരുന്നു, ബിക്കോസ് സെക്കൻഡ് പ്രോക്സിറ്റിയിലിട്ടാണ് ചെയ്തത്. സോ ആഫ്റ്റർ ലേസർ അവരൊരു ക്രീം അപ്ലൈ ചെയ്തു. ദിസ് ഇസ് ജസ്റ്റ് ടു കാം യുവർ സ്കിൻ. ഇതൊരു 3 ഡേയ്സിലേക്ക് അപ്ലൈ ചെയ്യണം. സോ ലേസറിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 20-25K അടുത്ത് വരും, ഡിപ്പെൻഡിങ് ഓൺ യുവർ സെഷൻസ്, നമ്പർ ഓഫ് സെഷൻസ്. സോ അത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ലബൂബ് ഓൺ മൈ ബാക്ക്? ക്യൂട്ടല്ലേ? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ലേസർ വീഡിയോ. സോ വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. വീണ്ടും കാണാം. ബൈ.